പ്രാധാന്യത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കണം. ഈ ക്രിസ്ത്യാനികളായിരിക്കുന്ന ചിലരുണ്ട്, അവര് ഹിന്ദു മാർഗത്തിൽ നിന്ന് വന്നവരായിരിക്കാം, മറ്റു മതത്തിൽ നിന്ന് വന്നവരായിരിക്കാം. ഇവരൊക്കെ യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ പല കാലഘട്ടങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ അവർക്ക് ഒരു പ്രത്യേക സമയങ്ങളിൽ ചിലപ്പോൾ അവരുടെ ആരാധിക്കുവാനായി ഉപയോഗിച്ച ശരീരത്തെ വേണ്ടതുപോലെ ദൈവത്തിന്റെ വചനപ്രകാരം നിലനിർത്താൻ കഴിയാതെ പോയിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളെ കാണാൻ കഴിയും. പ്രത്യേകിച്ചും ഹൈന്ദവ മാർഗത്തിൽ നിന്നൊക്കെ വരുന്നവർക്ക് അവരുടെ മക്കൾ, മരുമക്കളൊക്കെ ഈ വിശ്വാസത്തിൽ വരാത്തവരായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഇവരുടെ ജീവിതത്തിലൊരു മരണസമയമാകുമ്പോൾ ഇവരുടെ ശരീരങ്ങളെ അവരൊന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ ഹിന്ദു വിശ്വാസികളാണ്, അല്ലെങ്കിൽ ഈ വിശ്വാസത്തിലുള്ളവരല്ല, അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസപ്രകാരം ആ ശരീരങ്ങൾ അടക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ദൈവമക്കളായിരിക്കുന്ന പലരും അവിടെ ഒരു എതിർപ്പൊന്നും പറയാറില്ല, ഒരു അവകാശം പറയത്തില്ല. ഓക്കെ, എന്തായാലും ആത്മാവ് രക്ഷപ്പെട്ടത്. എപ്പോഴാണ് നമ്മുടെ ആത്മാവ് രക്ഷപ്പെട്ടത്? നിങ്ങൾ എപ്പോഴാണോ യേശുവിനെ നിങ്ങളുടെ നാഥനായി, കർത്താവായി, രക്ഷകനായി നിങ്ങൾ സ്വീകരിച്ചുവോ, എന്ന് വെച്ചാൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് കർത്താവ് എന്ന് പറഞ്ഞ് ഏറ്റുപറയുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷ പ്രാപിച്ചു. അപ്പോൾ ആ സമയം മുതൽ നിങ്ങളുടെ ആത്മാവ് സേഫായി കഴിഞ്ഞു എന്ന് നോക്കാനാണ് കഴിയും. പിന്നെ നിങ്ങളുടെ ആത്മാവിനെ തൊടാൻ ശത്രുവിന് കഴിയത്തില്ല. നിങ്ങളുടെ ആത്മാവ് സേഫായി, കാരണം നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ യേശുവിലേക്ക് സമർപ്പിച്ചു. കരങ്ങൾ ഉയർത്തിയിട്ട് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാട്ട്, യേശുവേ, ഉറക്കെ പറഞ്ഞ യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി ഈ ഭൂമി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി ജനിച്ചു, എനിക്ക് വേണ്ടി ജീവിച്ചു, എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് ഞാൻ 100% വിശ്വസിക്കുന്നു. യേശുവേ, അങ്ങ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഞാൻ 100% എന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ അങ്ങയെ എന്റെ ജീവിതത്തിൽ ഞാൻ കർത്താവും നാഥനുമായി ഈ പകൽക്കാലം ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ കർത്താവായി എന്റെ ഉള്ളിലേക്ക് വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. 3 ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. ഇതാണ് രക്ഷിക്കപ്പെടുക. നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, യേശു എനിക്ക് വേണ്ടി ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റത് നിങ്ങൾ ചെയ്യുന്നു.